He did not stop there, sir. When the Supreme Court Constitutional Bench later revived NEET, our Honorable former Chief Minister Amma wrote again in June 2014 and October 2015 to the then Prime Minister Modi ji, urging the center to withdraw the UPA second's own review petition and respect the earlier judgment striking down NEET. Sir, the review petition, your Amma, the review petition that kept this examination alive in the courts was filed under the UPA government, headed by the Congress and part of the DMK government, DMK party at that time. പ്രേക്ഷകർ കണ്ട ഈ ദൃശ്യം പാർലമെന്റിലെ ഒരു ദൃശ്യമാണ്. ഇത് ജിതിൻ കെ ജേക്കബ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത ഒരു വീഡിയോ ആണ്. ഈ വീഡിയോയിൽ നമ്മുടെ ജോൺ ബ്രിട്ടാസ് അദ്ദേഹത്തിന് ആവശ്യമില്ലാത്തൊരു സ്ഥലത്തൊരു കമന്റ് പറഞ്ഞു, അതിനൊരു മറുപടി കിട്ടിയിരിക്കുകയാണ്. ഇത് ശരിയായ രീതിയാണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും ഒരാളോട് നമുക്ക് ദേഷ്യമുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ അമ്മയ്ക്ക് വിളിക്കുന്നത് ശരിയായ ഏർപ്പാടേ അല്ല. പക്ഷേ ഇങ്ങനെ പോയി പാർലമെന്റിൽ ചെന്നിരുന്ന അമ്മയ്ക്ക് വിളി കേൾക്കാനും വേണം ഒരു യോഗം. നടൻ വിനായകൻ തുടങ്ങി വെച്ചു. ഇപ്പോൾ പാർലമെന്റ് അംഗങ്ങൾ വരെ അമ്മയ്ക്ക് വിളിക്കുന്നു എന്നാണ് ജിതിൻ കെ ജേക്കബ് തന്റെ ഈ വീഡിയോയ്ക്കൊപ്പം കൊടുത്തിരിക്കുന്ന കുറിപ്പിൽ. ഒരുപാട് കമന്റ്സുകൾ വന്നിട്ടുണ്ട്. ജോൺ ബ്രിട്ടാസിനെ എതിരെയായിട്ട് ഒരുപാട് കമന്റ്സുകൾ വന്നിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു കമന്റ് വായിക്കാം. ദേവദേവൻ എന്ന ഒരാളുടെ കമന്റാണ്. തള്ളയ്ക്ക് വിളിച്ചിട്ടും സ്പീക്കർ ഇടപെടുകയോ പരാമർശം നീക്കുകയോ ബ്രിട്ടാസ് പ്രതിഷേധിക്കുകയോ ചെയ്തില്ല എന്നതിൽ നിന്ന് ഒന്ന് വ്യക്തം. വിളിച്ചവനും തള്ളയ്ക്ക് വിളി കേട്ടവനും കണ്ടിരുന്നവർക്കും അയാൾ കേൾക്കാൻ അർഹനാണ് എന്നതിൽ തെല്ലും സംശയമില്ല. രാഷ്ട്രീയപരമായി എല്ലാവർക്കും പരസ്പരം ഒരു അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം രാഷ്ട്രീയപരമായ ആശയങ്ങളിൽ. പക്ഷെ ഒരിക്കലും അത് കുടുംബത്തിലുള്ളവരെ തെറി പറയാനോ അല്ലെങ്കിൽ മോശമായ ഭാഷയിൽ സംസാരിക്കാനോ ഉള്ള ഒരു ലൈസൻസ് ആക്കി മാറ്റരുത്. കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ തന്നോട് സഭ്യമല്ലാത്ത ഭാഷയിൽ പ്രതികരിച്ച വിദ്യാർത്ഥികൾക്കൊക്കെ മാപ്പ് കൊടുക്കുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹം രംഗത്ത് വന്നിരുന്നു. അത് തന്നെയാണ് യഥാർത്ഥ സംസ്കാരം ഒരു മനുഷ്യന് വേണ്ടത്. ഒരിക്കലും നമ്മളെ പ്രകോപിപ്പിച്ചാൽ പോലും ഒരാളുടെ പിതൃതുല്യരായവർക്ക് നേരെ തെറി വിളിക്കാൻ പോകരുത് എന്നത് തന്നെയാണ്. പക്ഷേ ഇവിടെ പറയുന്നത് ബ്രിട്ടാസ് അതിന് അർഹനാണ്, അതുകൊണ്ട് തന്നെയാണ് അതിൽ മറ്റുള്ള പരാമർശങ്ങളൊന്നും ഉണ്ടാകാത്തത് എന്ന്. എന്തായാലും കമ്മ്യൂണിസ്റ്റുകാരുടെ നിഘണ്ടുവിൽ നാണവും മാനവുമില്ല, ഇതും അമൃതാണെന്ന് അന്തം കമ്മികൾ വിശ്വസിച്ചോളും. അവിടെ പോയിരുന്ന് മരിച്ചുപോയ അമ്മയെ പറയിപ്പിക്കാനും വേണം ഒരു കഴിവ് എന്നാണ് ഒരാൾ പറയുന്നത്. മറ്റൊന്ന്, ഈ പ്രസംഗിക്കുന്ന ആ ഒരു വ്യക്തിയുടെ നേരെയുള്ള ഒരു കമന്റാണ്. ഡേ പാണ്ടി കരിമ്പാറ RSSന്റെ ഹിറ്റ് ലിസ്റ്റിലുള്ള മൂന്നാമനെ ബഹുമാനിക്കാൻ പഠിക്കട എന്നാണ് ചോദിക്കുന്നത്. അങ്ങനെ രസകരമായ ഒരുപാട് കമന്റ്സുകൾ വരുന്നുണ്ട്. പബ്ലിക്കായിട്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയ നിയമനിർമ്മാണ സഭയിൽ തള്ളയ്ക്ക് വിളി കേൾക്കണമെങ്കിൽ ബ്രിട്ടാസിന് രാജയോഗം തന്നെയായിരിക്കും എന്നാണ് ഒരു കമന്റ്. ആ കമന്റിന് 16ഓളം പേരുടെ ലൈക്സ് ഇതുവരെ തന്നെ ഉണ്ട്. മുഖത്ത് നോക്കി തള്ളയ്ക്ക് വിളി കേട്ട ഈ വളരെ മോശമായ ഒരു വാക്കാണ്, ആ വാക്ക് ഇവിടെ പറയുന്നില്ല. ഇങ്ങനെയുള്ള ഇദ്ദേഹം മലയാളികളുടെ വിലയാണ് കളയുന്നത്. നാം വിദ്യാഭ്യാസമുള്ളവരും ഇംഗ്ലീഷ് അറിയുന്നവരുമാണെന്നാണ് അവരുടെ ധാരണ. മലയാളികളുടെ മാനം വാനോളം ഉയർത്തിയ ബ്രിട്ടാസ് സാറിന്റെ അമ്മയ്ക്ക് വിളി കേൾക്കൽ മലയാളി പൊളിയല്ലേ? ഡൽഹി പോലീസിലെ വനിതാ SIയെ കൂറ ഡയലോഗ് അടിച്ച് ഭീഷണിപ്പെടുത്തിയപ്പോ അവരും പറഞ്ഞു കാണും ഇയാളുടെ അമ്മയ്ക്കും അച്ഛനും ഒക്കെ. എന്തായാലും ബ്രിട്ടാസിനെതിരെ വളരെ ഒരുപാട് കമന്റ്സ് വരുന്നുണ്ട്. പലരും ആ ഒരു പ്രതിഷേധം, ബ്രിട്ടാസിനെതിരെയുള്ള ആ ഒരു അമർഷം ഒക്കെ വെളിപ്പെടുത്തുന്ന കമന്റ്സുകളാണ് ഇതിൽ വരുന്നത്. കമ്മികൾക്കിടയിൽ ആളാവാനായി RSSന്റെ ഹിറ്റ് ലിസ്റ്റിൽ മൂന്നാമതുള്ള ആളാണ് താനെന്നും അതൊരു അംഗീകാരമായും ബഹുമതിയൊക്കെയുമായാണ് താൻ കാണുന്നതുമൊക്കെ സ്വയം ഫേസ്ബുക്കിൽ തള്ളി നോക്കിയതിന്റെ അടുത്ത ദിവസം തന്നെ തമിഴ്നാട്ടിൽ മാത്രം കണ്ടുവരുന്ന AIADMK പാർട്ടിക്കാരൻ അയാളെ പൊതുശല്യം എന്ന നിലയിൽ പാർലമെന്റിൽ വെച്ച് മുഖത്ത് നോക്കി പരസ്യമായി തള്ളയ്ക്ക് വിളിക്കുന്നത് കാണുമ്പോഴാണ്. എന്നാലും എന്തുകൊണ്ടായിരിക്കും തമിഴ്നാട്ടിൽ നിന്നുള്ള MP ആയ തമ്പിദുരയിൽ നിന്നും രാജ്യസഭയിൽ വെച്ച് പരസ്യമായി തള്ളയ്ക്ക് വിളി കേട്ടിട്ടും സന്തോഷം എന്നല്ലാതെ ബ്രിട്ടാസിൽ പരാതി ഒന്നും ഇല്ലാതിരിക്കുന്നത് എന്ന ഗൗരവകരമായ ചോദ്യവും പറയുന്നുണ്ട്. എന്തായാലും തമിഴ്നാട്ടിൽ നിന്നുള്ള MP ആയ തമ്പിദുരയിൽ നിന്നും ബ്രിട്ടാസിന് ഇത്തരത്തിലൊരു പ്രതികരണം ലഭിച്ചതിൽ മലയാളികളായ ഒരുപാട് പേർക്ക് സന്തോഷമുണ്ട്. കാരണം വളരെ വലിയ ആളാണ് താൻ എന്ന രീതിയിൽ പല രീതിയിലുള്ള പ്രതികരണം പൊതുസമൂഹത്തിൽ നടത്തുന്ന വ്യക്തിയാണ് എന്നതുകൊണ്ട് തന്നെ ഒരുപാട് കയ്യടി നേടുകയാണ് ഇപ്പോൾ ഈ വീഡിയോ ശകലം. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.